കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ബ്രാൻഡഡ് ആയുള്ള നല്ല വസ്ത്രങ്ങൾ തരുന്ന ഒരു കട. വലിയ പരസ്യങ്ങളോ വമ്പൻ താരനിരയോ അണിനിരന്നിട്ടില്ല. പക്ഷെ സ്റ്റുഡിയോയിൽ ഇപ്പോഴും വമ്പൻ തിരക്കാണ്. സാധാരണക്കാരന്റെ പൾസ് അറിഞ്ഞ് ബിസിനസ് ചെയ്യണമെന്ന ടാറ്റയുടെ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രം ഇന്ത്യയിൽ നിരവധി ഷോറൂമുകളിലായി പടർന്നു പന്തലിച്ച സ്റ്റുഡിയോ എന്ന ബ്രാൻഡ് വാല്യൂവിനെ അറിയാത്ത ഇന്ത്യക്കാർ ഇന്നുണ്ടാകില്ല. സ്റ്റുഡിയോയിൽ നിന്ന് ഒരു വസ്ത്രം വാങ്ങി പാർട്ടിയിൽ പങ്കെടുത്താൽ ഡ്രസ് കോഡ് പോലെ ഇരിക്കുമെന്ന് പറയാറുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറയുടെ ഫാഷൻ സെൻസിന് പൂർണ്ണ സംതൃപ്തി നൽകുന്ന വളരെ ഇക്കോണമിക് ഫ്രണ്ട്ലി ആയ മറ്റൊരു ബ്രാൻഡ് സ്റ്റുഡിയോ അല്ലാതെ മറ്റൊന്നില്ല. നല്ല വസ്ത്രങ്ങൾ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാരന്റെ പോക്കറ്റ് കീറാതെ അവന്റെ ഫാഷനോട് ചേർന്ന് നിൽക്കുന്ന ടാറ്റ ട്രെൻഡ്സിന് കീഴിൽ 2016 സ്റ്റുഡിയോ പിറക്കുന്നത്. തീർത്തും സാധാരണക്കാരന്, പ്രത്യേകിച്ച് മധ്യവർഗ വിഭാഗക്കാരെ ലക്ഷ്യം വെച്ച് ടാറ്റ ആരംഭിച്ച ബിസിനസ് ഇന്ന് 4000 കോടി വരുമാനത്തിലേക്കാണ് ചെന്നെത്തി നിൽക്കുന്നത്. റീറ്റെയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് വലിയ പരസ്യങ്ങളൊന്നും നൽകാതെ, PR വർക്കുകൾ ഒന്നുമില്ലാതെ ടാറ്റയുടെ ബ്രാൻഡ് എങ്ങനെയാണ് വളർന്നത്? നാനോ കാർ സാധാരണക്കാരന് നൽകിയ ബുദ്ധി ഇവിടെയാണ് പ്രവർത്തിക്കുക. നല്ല വസ്ത്രങ്ങൾ കുറഞ്ഞ ചിലവിൽ സാധാരണക്കാരന് നൽകുമ്പോൾ മറ്റൊരു ചലച്ചിത്ര താരവും അന്ന് അതിന്റെ പരസ്യം ചെയ്യേണ്ട കാര്യം വന്നില്ല. ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് സ്റ്റുഡിയോ വളർന്നു. ഇന്ത്യയിലെമ്പാടും വലിയ ബ്രാൻഡായി സ്റ്റുഡിയോ മാറിക്കഴിഞ്ഞു. ടാറ്റ ഗ്രൂപ്പിന്റെ ട്രെൻഡ് ലിമിറ്റഡിന് കീഴിലുള്ള ബ്രാൻഡാണ് സ്റ്റുഡിയോ. 1988 മുതൽ ട്രെൻഡ്സിന് ഫാഷൻ, ലൈഫ് സ്റ്റൈൽ മേഖലയിൽ സ്വാധീനമുണ്ട്. 98 ടാറ്റ ആദ്യത്തെ വെസ്റ്റ് സൈഡ് സ്റ്റോർ ബംഗളൂരുവിൽ ആരംഭിക്കുന്നത്. ഇന്ത്യൻ അർബൻ മിഡിൽ ക്ലാസിന്റെ പോക്കറ്റിന് ചേരുന്ന ഫാഷൻ സ്റ്റോർ അതായിരുന്നു വെസ്റ്റ് സൈഡ്. വെസ്റ്റ് സൈഡ് സ്റ്റോറിൽ വിൽക്കുന്ന വസ്ത്രങ്ങളുടെ ശരാശരി വില 1500 രൂപയായിരുന്നു. സാധാരണക്കാരന്റെ കണ്ണിൽ അതത്ര ചെറിയ തുകയല്ല. ഈ ഒരു കാരണം കൊണ്ട് ചെറിയ നഗരങ്ങളിൽ വെസ്റ്റ് സൈഡ് സ്റ്റോറുകൾ വിജയിച്ചില്ല. ഇതാണ് സ്റ്റുഡിയോയുടെ പിറവിക്ക് വഴിയൊരുക്കിയത്. 5% ഉപഭോക്താക്കൾ മാത്രമാണ് ഇന്ത്യയിൽ പ്രീമിയം വസ്ത്രങ്ങൾ വാങ്ങുന്നത്. 95% പേരുടെയും തിരഞ്ഞെടുപ്പിൽ വിലക്കുറവ് പ്രധാന ഘടകമാണ്. അങ്ങനെയാണ് 2016 ബംഗളൂരുവിൽ തന്നെ ആദ്യ സ്റ്റുഡിയോ സ്റ്റോർ തുറക്കുന്നത്. Tier 3, Tier 4 നഗരങ്ങളിലായിരുന്നു സ്റ്റുഡിയോയുടെ ഫോക്കസ്. വില 1000-ൽ താഴെ മാത്രം. അതോടെ ഇടത്തരക്കാരും അതിലും താഴെ വരുമാനമുള്ളവരും സ്റ്റുഡിയോയെ ഏറ്റെടുത്തു. ബംഗളൂരുവിൽ ആരംഭിച്ച സ്റ്റോർ മെല്ലെയാണ് വളർച്ചാ ഘട്ടത്തിലേക്ക് എത്തുന്നത്. 2 വർഷം കൊണ്ട് 7 സ്റ്റോറുകൾ തുറന്നു. എല്ലാത്തിനും 1000 രൂപയ്ക്ക് താഴെ എന്ന സ്ഥിതി വന്നപ്പോൾ സാധാരണക്കാർ സ്റ്റുഡിയോയുടെ സ്ഥിരം ഉപഭോക്താക്കളായി. സംഭവം ക്ലിക്ക് ആയതോടെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥാപനം വളരാൻ തുടങ്ങി. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 111 സ്റ്റോറുകളാണ് തുടങ്ങിയത് എന്ന് പറയുമ്പോഴാണ് ഇന്ത്യൻ വസ്ത്ര വ്യാപാര രംഗത്ത് ഇന്ന് സ്റ്റുഡിയോ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കഴിഞ്ഞ വർഷം മാത്രം 48 പുതിയ നഗരങ്ങളിലേക്കാണ് സ്റ്റുഡിയോ കടന്നു ചെന്നത്. ചെന്നിടത്തെല്ലാം വമ്പൻ ഹിറ്റ്. കാര്യം എങ്ങനെയാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് കൊണ്ട് സ്റ്റുഡിയോ സ്റ്റോറിൽ വെസ്റ്റ് സൈഡിനേക്കാൾ ലാഭം കുറവാണ്. ഇവിടെ സ്റ്റുഡിയോ അടുത്ത തന്ത്രം പുറത്തെടുത്തു: സെയിൽസ് ഡെൻസിറ്റി ഉയർത്തുക. അതായത് ഒരു സ്റ്റോറിൽ ചതുരശ്ര അടിക്ക് എത്ര വരുമാനം ഉണ്ടാകുന്നു എന്നത്. ഇന്ന് സ്റ്റുഡിയോയിൽ ഓരോ ചതുരശ്ര അടിക്കും ഏകദേശം 18,000 രൂപ വരുമാനമുണ്ട്. വെസ്റ്റ് സൈഡിൽ ഇത് 12,000 രൂപ മാത്രമാണ്. ടാറ്റ ട്രെൻഡ്സിന്റെ ഫാഷൻ ഫ്ലാഗ്ഷിപ്പ് വെസ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റുഡിയോ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ചുരുക്കം. 3298 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദം ടാറ്റ ട്രെൻഡ്സ് നേടിയ വരുമാനം. വസ്ത്രവിപണിയിൽ മാന്ദ്യം പ്രതീക്ഷിച്ച സമയത്തും ട്രെൻഡ്സ് പോസിറ്റീവായി തുടരുന്നതിന്റെ ഒറ്റ കാരണം സ്റ്റുഡിയോ ആണ്. വാർഷിക വരുമാന വളർച്ച 53%, ലാഭത്തിലുണ്ടായ വർധന 1200%, ആകെ നേടിയ ലാഭം 712 കോടി രൂപ. ഉൽപ്പന്നങ്ങൾ ചെറിയ വിലയ്ക്ക് വിറ്റിട്ടും സ്റ്റുഡിയോ വിജയിച്ചതിന് പിന്നിൽ മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ആർക്കു വേണ്ടി എന്ന ചിന്തയാണ് ഒന്നാമത്തേത്. ജെൻസിയുടെ ഫാഷനെയാണ് സ്റ്റുഡിയോ പ്രതിനിധീകരിക്കുന്നത്. ഫാഷൻ ട്രെൻഡുകൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന എന്നാൽ അധികം പണം കയ്യിലില്ലാത്ത സാധാരണക്കാരാണ് സ്റ്റുഡിയോയുടെ ഉപഭോക്താക്കൾ. ഇവരെയാണ് ബ്രാൻഡ് നോട്ടമിട്ടിരിക്കുന്നത്. വലിയ അളവിലുള്ള പ്രൊഡക്ഷനാണ് മറ്റൊരു സ്മാർട്ട് സ്ട്രാറ്റജി. ഇതിലൂടെ വൻതോതിൽ ചെലവ് കുറയ്ക്കാനും കഴിയും. സ്റ്റോക്ക് പുതുക്കുന്നതിൽ സ്റ്റുഡിയോയുടെ വേഗവും റീറ്റെയിൽ രംഗത്ത് ശ്രദ്ധേയമാണ്. ഓരോ 15 ദിവസം തോറും സ്റ്റുഡിയോയിൽ പുതിയ സ്റ്റോക്ക് എത്തുന്നു. വസ്ത്രവ്യാപാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കച്ചവടമല്ല ഇന്നിത്. പെർഫ്യൂം, ലിപ്സ്റ്റിക്, ചെരുപ്പ് എന്നിവ എല്ലാം ഇന്ന് സ്റ്റുഡിയോയിൽ കാണാം. അത് വാങ്ങാനും അവിടെ ആളുകൾ എത്തുന്നു. എല്ലാത്തിനും വിലക്കുറവ്. ഇ-കൊമേഴ്സ് സാന്നിധ്യമില്ലാതെ, പരസ്യമില്ലാതെ സ്റ്റുഡിയോ ഈ വിജയം നേടിയതിന് കാരണം പറഞ്ഞറിഞ്ഞുള്ള മാർക്കറ്റിംഗ് ആണ്. ഈ മൗത്ത് പബ്ലിസിറ്റി ഒരു ഉപഭോക്താവിൽ നിന്ന് 10 പേരെ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് എത്തി. സാധാരണക്കാരന്റെ പൾസ് മനസ്സിലാക്കി എവിടെ എന്ത് ചെയ്യണമെന്ന ബിസിനസ് ബുദ്ധി തന്നെയാണ് സ്റ്റുഡിയോയുടെ വളർച്ചയും നിശ്ചയിച്ചത്.